ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഉണ്ണിയെ തേടിയുള്ള നമ്മുടെ ക്രിസ്തുമസ് യാത്ര നാം തുടരുന്നു. ഇന്ന് 13-ാം ദിവസമാണ്. ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം ആഗമന റീത്ത് അല്ലെങ്കിൽ ആഡ്വെന്റ് റീത്ത്. ഉണ്ണിയെ തേടുന്ന ആഗമന കാലത്തിൻ്റെ ആരംഭം മുതൽ ദേവാലയങ്ങളിലും ചില ഭവനങ്ങളിലും ആഗമന റീത്ത്, ആഡ്വെന്റ് റീത്ത് ഇടം കണ്ടെത്താറുണ്ട്. ലത്തീൻ ആരാധനാക്രമത്തിലാണ് പ്രധാനമായും ഈ ആഡ്വെന്റ് റീത്ത് ഉപയോഗിക്കപ്പെടുന്നത്. പ്രധാനമായും പാശ്ചാത്യ മേഖലകളിൽ ഈ ക്രിസ്തുമസ് പ്രതീകത്തെ നാം കാണുന്നു. പൂക്കൾ കൊണ്ട് മനോഹരമാക്കി 4-5 തിരികൾ ചേർത്ത് കത്തിക്കുന്ന പുഷ്പചക്രത്തെയാണ് ആഗമന റീത്ത് അല്ലെങ്കിൽ ആഡ്വെന്റ് റീത്ത് എന്ന് വിളിക്കുന്നത്. രക്ഷകനായ ക്രിസ്തുവിനെ പ്രത്യാശയോടെ കാത്തിരിക്കുന്നതിൻ്റെ സൂചനയാണ്. അവിടുത്തെ 2ാം വരവിന് ഒരുങ്ങുന്നതിൻ്റെ പ്രതീകമാണ് യഥാർത്ഥത്തിൽ ആഡ്വെന്റ് റീത്ത്. ആഗമന കാലം 4 ആഴ്ചകളിലൂടെ കടന്നു പോകുന്നതിനെ ഈ ആഗമന റീത്ത് സൂചിപ്പിക്കുന്നുണ്ട്. പണ്ട് കാലത്ത് ജർമ്മൻ ജനതയെ ഈ ഡിസംബർ മാസത്തിലെ കൊടും ശൈത്യം ഏറെ അസ്വസ്ഥപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അവർ തിരികൾ കത്തിച്ചു വെച്ച് ഒരു നല്ല കാലത്തെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ സ്കാൻഡിനേവിയൻ സ്ഥലങ്ങളിൽ ജനത്തിനിടയിൽ മറ്റൊരു പാരമ്പര്യമുണ്ടായിരുന്നു. മഞ്ഞുവീഴ്ച ആരംഭിക്കുമ്പോൾ ഒരു ചെറു ചക്രത്തിന് ചുറ്റും അവർ തിരികൾ കത്തിച്ചു വയ്ക്കുമായിരുന്നു അത്രേ. കാലാവസ്ഥയുടെ നിയന്താവായ ദൈവത്തോട് കാലചക്രം തിരിച്ച് ചൂടുകാലം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു അത്. 16-ാം നൂറ്റാണ്ടിൽ ജർമ്മനിയിലെ ലൂഥറൻ വിഭാഗത്തിനിടയിലാണ് ആഗമന റീത്ത് എന്ന ആശയം ആദ്യം ഉടലെടുക്കുന്നത്. 1839 ഒരു പ്രൊട്ടസ്റ്റന്റുകാരനായ ജോൺ ഹെൻറിക് വിക്കേനാണ് ആദ്യമായി ഒരു ആഗമന റീത്തിന് രൂപം കൊടുക്കുന്നത് എന്നാണ് ചരിത്രം. എന്നാൽ അദ്ദേഹം രൂപം കൊടുത്ത ആഗമന റീത്തിൽ 20 ചുവന്ന തിരികളും 4 വെള്ളത്തിരികളും ഉണ്ടായിരുന്നു. 24 ദിവസം പ്രാർത്ഥിച്ച് ത്യാഗം ചെയ്ത് പ്രതീക്ഷയോടെ ക്രിസ്തുമസിന് വേണ്ടി ഒരുങ്ങുന്നതിൻ്റെ സൂചനയായിട്ടായിരുന്നു അത്. 4 വെള്ളത്തിരികൾ അത് ഞായറാഴ്ചയ്ക്ക് വേണ്ടിയുള്ളതായിരുന്നു അത്രേ. ഒരു ചക്രം പ്രാർത്ഥനാമുറിയുടെ ഉത്തരത്തിൽ തൂക്കിയിട്ട അദ്ദേഹം ഓരോ ദിവസവും ഓരോ തിരികൾ വെച്ച് കത്തിക്കുമായിരുന്നു. ക്രിസ്തുമസിന് ഇനി എത്ര ദിനമുണ്ടെന്നറിയാൻ ആ തിരികളുടെ എണ്ണം കണക്ക് കൂട്ടിയാൽ മതിയായിരുന്നു. പിന്നീട് വർഷങ്ങളെടുത്താണ് ഇന്ന് നാം കാണുന്ന 5 തിരികളുള്ള ആഗമന റീത്ത് രൂപപ്പെടുന്നത്. വൃത്താകൃതിയിലുള്ള ഇവർഗ്രീൻ ചെടിയുടെ ഇലകൾ കൊണ്ടുള്ള ഈ ആഗമന റീത്ത് ഈശോയുടെ 2ാം വരവിനെ സൂചിപ്പിക്കുന്നുണ്ട്. വെളിപാട് പുസ്തകം 1:8 ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനുമായ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ആൽഫയും ഒമേഗയുമാണ്. ഈ വചനത്തെ ആഗമന റീത്ത് സൂചിപ്പിക്കുന്നുണ്ട്. 4 ആഴ്ചകളിലൂടെ കടന്നു പോകുന്ന ആഗമന കാലത്തിന് 4 തിരികൾ. ഇനി ക്രിസ്തുമസ് ദിനത്തിന് വേണ്ടി ഒരു വെള്ളത്തിരിയും കൂടെ ആഗമന റീത്തിൽ കാണാറുണ്ട്. ഈ തിരികളുടെ എല്ലാം അർത്ഥം നമുക്കൊന്ന് മനസ്സിലാക്കാം. വയലറ്റ് നിറമുള്ള 3 തിരികളും പിങ്ക്, വെള്ള നിറങ്ങളിലുമുള്ള ഓരോ മെഴുകുതിരികളുമാണ് ആഗമന റീത്തിലുള്ളത്. ആദ്യ ഞായറാഴ്ച കത്തിക്കേണ്ടത് മുകളിലുള്ള വയലറ്റ് തിരിയാണ്. പ്രവാചക തിരി എന്നാണ് ഇതറിയപ്പെടുന്നത്. രക്ഷകന്റെ വരവിനെക്കുറിച്ച് പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്തതിൻ്റെ പ്രതീകമാണ് ഈ തിരി. വിശ്വാസത്തിൻ്റെ തിരി എന്നും പ്രകാശത്തിൻ്റെ തിരി എന്നും ഇതറിയപ്പെടുന്നു. 2ാമത്തെ ഞായറാഴ്ച കത്തിക്കുന്നത് തൊട്ട് താഴെയുള്ള 2ാമത്തെ വയലറ്റ് തിരിയാണ്. മാതാവിൻ്റെയും യോസേപ്പ് പിതാവിൻ്റെയും ബെത്ലഹേം യാത്രയെയും ഉണ്ണീശോയുടെ കാലിത്തൊഴുത്തിലെ പിറവിയെയും ഈ തിരി സൂചിപ്പിക്കുന്നു. ബെത്ലഹേം തിരി, ഒരുക്കത്തിൻ്റെ തിരി, സമാധാനത്തിൻ്റെ തിരി എന്നൊക്കെ ഈ തിരി വിശേഷിപ്പിക്കപ്പെടാറുണ്ട്. ആഗമനകാലത്തിലെ 3ാമത്തെ ഞായറാഴ്ച കത്തിക്കുന്നത് മുകളിലുള്ള പിങ്ക് തിരിയാണ്. രക്ഷകൻ ജനിച്ചു എന്ന സദ്വാർത്ത ആദ്യം അറിഞ്ഞ ആട്ടിടയന്മാരുടെ ആനന്ദത്തെ ഈ തിരി ഓർമ്മിപ്പിക്കുന്നു. ആട്ടിടയന്മാരുടെ തിരിയെന്നും സന്തോഷത്തിൻ്റെ തിരിയെന്നും
ഇതറിയപ്പെടുന്നു. ആഗമന കാലത്തിലെ 4ാമത്തെ ഞായറാഴ്ച കത്തിക്കുന്നത് ഏറ്റവും ഒടുവിലത്തെ വയലറ്റ് തിരിയാണ്. ദൈവപുത്രന്റെ ജനനം ലോകത്തെ അറിയിച്ച മാലാഖമാരുടെ തിരി, സ്നേഹത്തിൻ്റെ തിരി എന്നൊക്കെ ഇത് അറിയപ്പെടുന്നു. ഏറ്റവും ഒടുവിലായി നടുവിലുള്ള ഒരു വെള്ളത്തിരി കത്തിക്കുന്നു. എല്ലായിടത്തും ഇത് ഉപയോഗിക്കപ്പെടാറില്ല. ക്രിസ്തുമസ് രാത്രിയാണ് ഇത് കത്തിക്കാറുള്ളത്. വെള്ളത്തിരി എന്നും ക്രിസ്തുമസ് തിരി എന്നും ഇത് അറിയപ്പെടുന്നു. ലോകത്തിൻ്റെ പ്രകാശമായി കടന്നു വന്ന ഈശോയെ ഈ തിരി ഓർമ്മിപ്പിക്കുന്നു. ഇപ്രകാരം ആഗമന റീത്ത് കർത്താവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട സർവ്വ മേഖലകളെയും ധ്യാനിക്കുവാൻ നമ്മെ ക്ഷണിക്കുന്നു. ആഗമന റീത്ത് നമ്മോട് പറഞ്ഞു തരിക ഇതാണ്: ക്രിസ്തുമസ് വെറുതെ കടന്നു ചെല്ലേണ്ട ഒരു ദിനമല്ല, മറിച്ച് ഒരുങ്ങി പ്രാർത്ഥിച്ച് ധ്യാനിച്ച് ഓരോ ദിനവും ഇരുന്ന് സ്നേഹിച്ച് കടന്നു ചെല്ലേണ്ട ദിനമാണ് ഡിസംബർ 25 ക്രിസ്തുമസ് ആഘോഷം. അപ്പോൾ നമുക്ക് തീരുമാനിക്കാം, 25-ാം തീയതിയിലേക്ക് ഉണ്ണിയെ തേടിയുള്ള യാത്രയിൽ ഒരുക്കത്തോടെ നമുക്കും കടന്നു ചെല്ലാം. ഇന്നത്തെ നമ്മുടെ 10 സ്നേഹപ്രവൃത്തികളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. 1. 25 നോമ്പാചരണത്തിൻ്റെ പൂർത്തീകരണം. 2. ഒരു ജപമാല. 3. ഒരു കരുണക്കൊന്ത. 4. ഇന്ന് നാം പൂർത്തിയാക്കുന്ന സുഹൃതം. അതിതാകട്ടെ: 51-ാം സങ്കീർത്തനം മുട്ടുകുത്തി കൈവിരിച്ച് പിടിച്ച് ഒരു പ്രാവശ്യം നമുക്ക് ചൊല്ലി പ്രാർത്ഥിക്കാം. 5. 1000 ഈശോ നാമജപം. 6. 1 മണിക്കൂർ ദിവ്യകാരുണ്യ സന്നിധിയിൽ. 7. ഒരു ആശയടക്കം. നാം ഇന്ന് പൂർത്തിയാക്കുന്ന ആശയം ഇതാകട്ടെ: ലേപനങ്ങൾ, പൗഡർ പോലെയുള്ള ലേപനങ്ങൾ ഇന്ന് നമുക്ക് മുഖത്ത് നിന്ന് ഒഴിവാക്കാം. 8. ഒരു വചനം പഠിക്കുന്നു. ഇന്ന് നാം പഠിക്കുന്ന വചനഭാഗം വെളിപാട് പുസ്തകം 1:8. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനുമായ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ആൽഫയും ഒമേഗയുമാണ്. 9. ഒരധ്യായം വചനം വായിക്കുന്നു. വെളിപാട് പുസ്തകം 13-ാം അധ്യായമാകട്ടെ. 10. ആഗമന റീത്തിനെ കുറിച്ചുള്ള നമ്മുടെ വചന ശ്രവണം. നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.